നമസ്കാരം. ഒമാൻ ഇന്ത്യക്ക് ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ കൈമാറുകയാണ്. എന്നാൽ ഇതൊരു പ്രതിരോധ ഇടപാടല്ല. ഒമാൻ ഇന്ത്യക്ക് വെറുതെ ഈ ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ നൽകുകയാണ്. വെറുതെ എന്തുകൊണ്ടാണ് യുദ്ധവിമാനങ്ങൾ നൽകുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് പ്രവർത്തന സജ്ജമല്ലാത്ത യുദ്ധവിമാനങ്ങളാണ് ഒമാൻ ഇന്ത്യക്ക് നൽകുന്നത്. അതായത് പറക്കാത്ത ജാഗ്വാർ യുദ്ധവിമാനങ്ങളാണ് ഒമാൻ ഇന്ത്യക്ക് നൽകുന്നത്. ഇതിൽ എന്താണ് പ്രത്യേകത? എന്തിനാണ് അവിടെ നിന്നും പാട്ട വണ്ടികൾ ഇന്ത്യ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് എന്ന ചോദ്യം തീർച്ചയായും എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നേക്കാം. ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് പണ്ട് മുതലേ ഉണ്ട്. പല യുദ്ധമുഖങ്ങളിലും ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട്. 1999 കാർഗിൽ യുദ്ധത്തിലടക്കം ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ശത്രുക്കൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ള യുദ്ധവിമാനമാണ്. ഇപ്പോഴും ജാഗ്വാർ പോലെയുള്ള യുദ്ധവിമാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രസക്തിയുണ്ട്. ഈ യുദ്ധവിമാനങ്ങൾ കൈവശം വയ്ക്കുക, അല്ലെങ്കിൽ ഈ യുദ്ധവിമാനങ്ങൾ നമ്മുടെ പക്കൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യോമ പ്രതിരോധ ശക്തി കൂട്ടുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ വളരെ കാലം മുമ്പ് മുതൽ തന്നെ ഇന്ത്യക്ക് ജാഗ്വാർ യുദ്ധവിമാനങ്ങളുണ്ട്. അത് 1979 ഇന്ത്യക്ക് ആദ്യമായി ഒരു ജാഗ്വാർ വിമാനം ലഭിക്കുന്നത്. അതുമുതൽ ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഇത് പഴയ ഒരു ഫ്ലീറ്റാണ്. ഈ ഫ്ലീറ്റിൽ പല യുദ്ധവിമാനങ്ങൾക്കും ഇപ്പോൾ പറക്കൽ ശേഷിയില്ല. അതിന് പലതരത്തിലുള്ള അപ്ഗ്രഡേഷൻസ് അതൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഈ യുദ്ധവിമാനങ്ങളൊക്കെ വീണ്ടും കളത്തിലിറക്കാൻ സ്പെയർ പാർട്സുകളുടെ ആവശ്യമുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ ജാഗ്വാർ യുദ്ധവിമാന കമ്പനി പ്രവർത്തനം നിർത്തിയിട്ട് വർഷങ്ങളായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്പെയർ പാർട്സുകൾ ലഭ്യമല്ലാത്ത അവസ്ഥയുണ്ട്. ഇന്ത്യയുടെ പക്കലുള്ള ഏതാണ്ട് 6ഓളം സ്ക്വാഡ്രൺ ജാഗ്വാർ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യയുടെ പക്കലുള്ളത്. ഓരോ സ്ക്വാഡ്രണിലും 18 മുതൽ 20 യുദ്ധവിമാനങ്ങൾ വരെയുണ്ട്. അതായത് പുറത്തു വരുന്ന അല്ലെങ്കിൽ പുറത്തറിയുന്ന വിവരങ്ങൾ വെച്ച് നോക്കിയാൽ ഇന്ത്യയുടെ പക്കൽ ഏതാണ്ട് 120ഓളം ജാഗ്വാർ യുദ്ധവിമാനങ്ങളുണ്ട്. ഇതിൽ പല യുദ്ധവിമാനങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട്, സ്പെയർ പാർട്സിൻ്റെ ആവശ്യമുണ്ട്. ഭാവിയിൽ സ്പെയർ പാർട്സിൻ്റെ പ്രശ്നങ്ങൾ വന്നേക്കാം എന്ന സാഹചര്യമുണ്ട്. സ്പെയർ പാർട്സ് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യവുമുണ്ട്. ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഒമാനിൽ പ്രവർത്തന സജ്ജമല്ലാത്ത ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും അതിൽ നിന്നും സ്പെയർ പാർട്സുകൾ ഇപ്പോൾ ഇന്ത്യയുടെ പക്കലുള്ള ജാഗ്വാർ യുദ്ധവിമാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ സ്പെയർ പാർട്സുകൾ അതിൽ നിന്നും ലഭ്യമാക്കാം എന്നുമാണ് ഇപ്പോൾ ഇന്ത്യയുടെ വ്യോമസേന തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒമാനിൽ നിന്നും ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ ഇപ്പോൾ പ്രവർത്തനത്തിന് ഇല്ലാത്ത ഈ ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.